നമസ്തേ. ഇന്ന് നമുക്കൊരു ചെറിയൊരു കഥ കേൾക്കാം. കഥയുടെ ടോപ്പിക്ക് യോഗ്യഃ കഃ. ഇതിന് മുൻപ് ഒരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈശ്വരഃ കുത്ര അസ്തി, ഈശ്വരഃ സർവത്ര അസ്തി, അഥ ഭവാൻ വിദ്യാ സമ്പാദനാർത്ഥം യോഗ്യഃ എന്ന് പറഞ്ഞ ഒരു കഥ. ഇത് വേറൊരു രീതിയിലുള്ള കഥയാണ്. ഉപനിഷത്തിൽ വരുന്ന ഒരു കഥയാണ്. വളരെ നല്ല രസകരമായ കഥയാണ്. എന്താണ് രംഗം? ഗുരുകുലം. ഗുരുകുലം, ശാന്തം അന്തരീക്ഷം, ശാന്തമായ അന്തരീക്ഷം. മലയാളത്തിലുള്ള പല പദങ്ങളും സംസ്കൃതത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്ന് ട്യൂൺ ചെയ്താൽ മതി, നമുക്ക് മനസ്സിലാവും. ഗുരുഹു പാഠയതി. പാഠയതി നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. പാഠയതി പഠിപ്പിക്കുന്നു, പഠതി പഠിക്കുന്നു, പഠതി പഠിക്കുന്നു, പാഠയതി പഠിപ്പിക്കുന്നു. ഗുരുഹു പാഠയതി. ബാലകാഃ പരിതഃ ഉപവിശന്തി. ബാലകാഃ ബാലകന്മാർ പരിതഃ ചുറ്റും ഉപവിശന്തി ഇരിക്കുന്നു. അപ്പോൾ പുതിയ പദം പരിതഃ ചുറ്റും. ഉപവിശന്തി നമുക്കറിയാം, ബാലകാഃ അറിയാം. കശ്ചന ബാലകഃ പ്രവിശതി. പെട്ടെന്നല്ല, കശ്ചന ഒരു, ഏതോ ഒരു, കശ്ചന, അതും നമുക്ക് എഴുതി വെക്കാം. കശ്ചന ഏതോ ഒരു ബാലകഃ പ്രവിശതി, ഒരു ബാലകൻ വന്നു, പ്രവേശിക്കുന്നു. അപ്പോൾ ബാലകഃ നമോ നമഃ ഗുരോ, നമ്മളും പറയുമല്ലോ നമോ നമഃ, നമോ വാക്കം എന്ന് പറയുമല്ലോ. ഗുരോ പ്രണാമഃ. ചരണസ്പർശം കരോതി, കാല് തൊട്ട് വന്നിരിക്കുന്നു ഗുരുവിൻ്റെ. ഗുരുഹു യശസ്വീ ഭവ. യശസ്വീ ഭവ, യശസ്വീ, യശസ്വീ ഭവ, ത്വം ഭവ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാർത്ഥനാർത്ഥത്തെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. 3 പുരുഷന്മാരിൽ പ്രാർത്ഥനാർത്ഥത്തിൽ ഭവതു എന്ന് നമ്മൾ പറയുമല്ലോ. ഭവതു, ഭവന്തു, അതുപോലെ ത്വം എന്ന് വരുമ്പോൾ ഭവ. പല പദങ്ങളും നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ. എങ്ങനെയാണ്? ഭജ ഗോവിന്ദം, ത്വം ഭജ, അങ്ങനെ ഒരുപാട് അത് നമ്മൾ ഉദാഹരണം നോക്കണം, നമുക്ക് നോക്കാം. ഇപ്പോൾ ഗുരു പറയാണ് യശസ്വീ ഭവ ബാല, അല്ലയോ കുഞ്ഞേ. ത്വം കഹ, ത്വം ആരാണ്? കഹ ഒരു ആൺകുട്ടിയാണെന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് കഹ എന്നുള്ള ചോദ്യം. നമ്മൾ ത്വം എന്നുള്ള പദവും നമ്മൾ കണ്ടിട്ടുണ്ട്, കഹ എന്നുള്ളതും കണ്ടിട്ടുണ്ട് നമ്മൾ. ത്വം കഹ, നീ ആരാണ്? ഇപ്പോൾ ബാലകഃ അഹം ഭവത് സകാശാത് വിദ്യാം പ്രാപ്തും ഇച്ഛാമി. വിദ്യാം പ്രാപ്തും, വിദ്യ പ്രാപിക്കാനായിട്ട്, ഇച്ഛാമി ആഗ്രഹിക്കുന്നു. ആരിൽ നിന്ന്? ഭവത് സകാശ, അങ്ങയിൽ നിന്ന്. അത് ഞാൻ ഇവിടെ എഴുതാം. ഭവത് സകാശാത്. ഭവത് സകാശാത് വിദ്യാം പ്രാപ്തും ഇച്ഛാമി. അഹം ആയതുകൊണ്ട് ഇച്ഛാമി എന്ന് വന്നു. ഇനി ഗുരുഹു അസ്തു, ശരി. അസ്തു തവ ഗോത്രം കിം. നിന്റെ, തവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ, മമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ. ഗോത്രം എന്നുള്ളത് നപുംസക ലിംഗമായതുകൊണ്ട് അതിനുള്ള ചോദ്യം എന്താണ്? കിം. ഗോത്രം കിം. ഇപ്പൊ ഗോത്രം നപുംസകമായതുകൊണ്ട് ചോദ്യവും നപുംസകം. തവ ഗോത്രഃ, ഗോത്രം കിം. അതുപോലെ തവ പിതരൗ കൗ. പിതരൗ 2 പേര്, മാതാ പിതാക്കന്മാർ. അതുകൊണ്ട് പിതരൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേര്. പിതരൗ അച്ഛനും അമ്മയും, അതാണ് 2 പേര്. കൗ, ഉത്തരം കൗ 2. ആരാണ്? അപ്പോൾ ബാലകഃ ഗുരു ക്ഷമ്യതാം, ക്ഷമിച്ചാലും. നമുക്കും പറയാം ക്ഷമസ്വ, ക്ഷമ്യതാം, ക്ഷമിച്ചാലും, ക്ഷമ്യതാം. മമ ഗോത്രം കിം ഇതി അഹം ന ജാനാമി. എന്താണ് എന്ന് എനിക്ക് അറിയില്ല. മമ
എൻ്റെ, ഗോത്രം കിം, ഗോത്രം എന്താണ്, ഇതി എന്നുള്ളത്, അഹം ഞാൻ, ന ജാനാമി അറിയുന്നില്ല, ജാനാമി അറിയുന്നു, ന ജാനാമി അറിയുന്നില്ല. ന ജാനാമി. കഹ മമ പിതാ ഇതി അപ്പി ന ജാനാമി. പിതാവ് ആരാണെന്നും അറിയില്ല. കഹ ആരാണ്, മമ എൻ്റെ, പിതാ ഇതി അപ്പി എന്നും കൂടി, ന ജാനാമി ഞാൻ അറിയുന്നില്ല. ഗുരുഹു ചിന്താമാസ്തു. ചിന്താമാസ്തു നമ്മൾ ഇതിന് മുൻപ് ഇത് കണ്ടിട്ടുണ്ട്. ചിന്തിക്കണ്ട, വിഷമിക്കണ്ട. നമുക്ക് വിഷമിച്ചിരിക്കുമ്പോൾ ഒരാളുടെ അടുത്ത് നമ്മൾ പറഞ്ഞാൽ മതി, ചിന്താമാസ്തു, ചിന്താമാസ്തു, വിഷമിക്കണ്ട. തവ മാതരം പൃച്ഛതു. അമ്മയോട് ചോദിക്കാൻ. തവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ, മാതരം മാതാവിനോട്. മാതരം അത് ഋകാരാന്ത ശബ്ദമാണ്, അത് പിന്നീട് നമ്മൾ പഠിക്കും. മാതരം മാതാവിനോട്, പൃച്ഛതു, പൃച്ഛതു നമ്മൾ കണ്ടിട്ടുണ്ട്, ചോദിക്കൂ. ഇപ്പോൾ ബാലകഃ അഹം മാതരം പൃഷ്ടവാൻ. പൃഷ്ടവാൻ എന്നുള്ളത് പൃച്ഛതിയുടെ പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലം. അത് നമ്മൾ പിന്നീട് പഠിക്കും. പൃഷ്ടവാൻ. പൃച്ഛതി വർത്തമാനകാലം, ചോദിക്കുന്നു. പൃച്ഛതു ചോദിച്ചാലും, പൃച്ഛതു ചോദിച്ചാലും. ഇത് ഭാവപ്രധാനമാണ്, ഇത് കാലപ്രധാനം, വർത്തമാനകാലം. പൃച്ഛതി ചോദിക്കുന്നു, ഇത് ഭൂതകാലമാണ്. പൃഷ്ടവാൻ ചോദിച്ചു, ചോദിച്ചു. അഹം മാതരം പൃഷ്ടവാൻ ഞാൻ അമ്മയോട് ചോദിച്ചു. സാ അപി തത് ന ജാനാതി. ഉത്തരം അറിയില്ല. സാ അപി അവളും, തത് അത്, ന ജാനാതി ജാനാമി എഴുതിയല്ലോ, അഹം വരുമ്പോൾ ജാനാമി, സാ ആയതുകൊണ്ട് ജാനാതി. മാതാ അപി ന ജാനാതി അറിയില്ല. സാ ഉക്തവതി അവൾ പറഞ്ഞു. സാ അവൾ, അമ്മ പറഞ്ഞു. ഉക്തവതി 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 പറഞ്ഞു. ഉക്തവതി ഇത് നമ്മൾ പിന്നീട് പഠിക്കും. ഉക്തവതി. തവ മാതാ ജാബാല. അമ്മ ആ കുട്ടിയോട് പറഞ്ഞാണ്, തവ മാതാ ജാബാല. തവ നിന്റെ, മാതാ അമ്മ ആരാണ്, ജാബാല പേരാണ്. ഇത് നമ്മുടെ ഉപനിഷത്തിൽ വരുന്ന ഒരു കഥയാണ്. ജാബാല നിന്റെ അമ്മ ജാബാല. അതഃ ത്വം ജാബാല സത്യകാമഃ. അതുകൊണ്ട് അതുകൊണ്ട് അതഃ ത്വം നീ ആരാണ്, ജാബാലപുത്രൻ. അതുകൊണ്ട് ജാബാല സത്യകാമഃ, സത്യകാമൻ, ജാബാലയുടെ പുത്രൻ. യദി ആചാര്യഃ പൃച്ഛതി തർഹി ഏവമേവ വദതു ഇതി. യദി ആചാര്യഃ ആചാര്യൻ, യദി പൃച്ഛതി ചോദിക്കുകയാണെങ്കിൽ, യദി എന്ന് വെച്ചാൽ ആണെങ്കിൽ, എന്താണെങ്കിൽ, പൃച്ഛതി ചോദിക്കുകയാണെങ്കിൽ, തർഹി അപ്പോൾ, തർഹി അപ്പോൾ, ദെൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. തർഹി അപ്പോൾ, ഏവം ഏവ വദതു ഇങ്ങനെ തന്നെ, ഇതുപോലെ തന്നെ, ഇപ്രകാരം തന്നെ. ഏവം ഏവ, ഏവം ഇപ്രകാരം, ഏവ തന്നെ, ഏവം ഏവ ഇപ്രകാരം തന്നെ, വദതു പറയൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഗുരു പറയാണ്, ത്വം സത്യം ഉക്തവാൻ, നീ സത്യം പറഞ്ഞു. ഉക്തവാൻ പറഞ്ഞു. ഉക്തവതി സ്ത്രീലിംഗമാണ്, ഉക്തവാൻ പുല്ലിംഗമാണ്. അത് പിന്നീട് നമ്മൾ പഠിക്കും. അതഃ വിദ്യാഭ്യാസാർത്ഥം യോഗ്യഃ. അതുകൊണ്ട് അതഃ വിദ്യാഭ്യാസാർത്ഥം, വിദ്യാഭ്യാസത്തിന് വേണ്ടി യോഗ്യഃ. വിദ്യ തഥാ ഏവ സഫലാ ഭവതി യഥാ സത്യസ്യ ആധാരേണ തിഷ്ഠതി. എന്താണ് വിദ്യ? തഥാ ഏവ സഫലാ ഭവതി. വിദ്യ തഥാ ഏവ അപ്പോൾ മാത്രമേ, തഥാ ഏവ അപ്പോൾ മാത്രമേ, സഫലാ ഭവതി സഫലയായി ഭവിക്കും. എപ്പോൾ? യഥാ എപ്പോഴാണോ, സത്യസ്യ ആധാരേണ സത്യത്തിൻ്റെ ആധാരം കൊണ്ട് തിഷ്ഠതി നിൽക്കുന്നു. അപ്പൊ വിദ്യ എപ്പോൾ സഫലമാകും? സത്യം അതിൻ്റെ ആധാരമായി ഉണ്ടെങ്കിൽ. ത്വം സത്യനിഷ്ഠഃ, നീ സത്യനിഷ്ഠനാണ്. അത്ര വാസം കുരു, നീ ഇവിടെ താമസിച്ചാലും, പഠ
ച. നമ്മൾ ഭജ ഭവ കണ്ടുവല്ലോ, ഭജ ഗോവിന്ദം, ത്വം ഭജ ഗോവിന്ദം. അതേപോലെ ഇവിടെ പറയാണ് വാസം കുരു പഠ, ത്വം പഠ, ത്വം കുരു. ത്വം വരുമ്പോഴാണ് കുരു ഭവ പഠ എന്ന് വരുന്നത്. അതിൻ്റെ ഒന്നും തീ തഹ അന്തി ഒന്നും ഇവിടെ ഇല്ലെങ്കിൽ അത് ത്വം ആണ് അതിൻ്റെ വിഷയമെന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ ത്വം അത്രയവ വസ, വാസം കുരു പഠ ച. ബാലകഃ ധന്യോസ്മി ഗുരോ, ധന്യഃ അസ്മി ഗുരോ, പ്രണാമാഹ. അപ്പോൾ ഗുരു പറയാണ് ശുഭമസ്തു, ശുഭം നിനക്ക് ഭവിക്കട്ടെ. സുന്ദരമായ കഥ. യോഗ്യഃ കഃ സത്യകാമ ജാബാലഃ, ജാബാലൻ്റെ കഥ. അടുത്ത നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.